ഫ്രഷ് മീൻ കിട്ടണ രാവിലെ തന്നെ പോകണമെന്ന് പറഞ്ഞ് രജി എന്നെയും കൂട്ടിയിട്ടാ മീൻ വാങ്ങാൻ. നീ തന്നെ നിനക്ക് ഇഷ്ടമില്ലേ നോക്കി വാങ്ങിക്കോന്ന് പറഞ്ഞിട്ടാണ് എന്നെ കൂട്ടിയത്. ഞാൻ പൊതുവെ മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് വരാറില്ല കേട്ടോ ഇങ്ങോട്ട്. ഇവിടുത്തെ മീനിനൊക്കെ വല്ലാത്തൊരു നാറ്റം പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മളെ നാട്ടിലെ മീനിനൊക്കെ ഭയങ്കര നല്ല സ്മെല്ലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇവിടെ മാക്സിമം എല്ലാം വലിയ മീനായിരിക്കും. അയിലി മത്തിയൊക്കെ ഉണ്ടാവും. ഇവിടെ അയിലക്കും മത്തിക്കൊക്കെ അതേ പേര് തന്നെയാണ് കേട്ടോ പറയല്. ആവോലി, അയില, മത്തി അതൊക്കെ തന്നെയാണ് ഇവിടെയും പറയാറ്. പക്ഷെ ഇപ്പോൾ ഞാൻ പോയപ്പോൾ അയിലി മത്തിയൊന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് ചെമ്മീനാണ് എനിക്ക് കണ്ണിൽ കണ്ടപ്പോൾ പിടിച്ചത്. ബാക്കി ഒരു മീനും എനിക്ക് വലിയ മീനായതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ മീൻ വാങ്ങിയ ഇവിടുന്ന് ഇവരെ തന്നെ വൃത്തിയാക്കി തരും കേട്ടോ. അതാണ് അവരുടെ മെയിൻ കത്തി. അത് വെച്ചാണ് അവർ ക്ലീൻ ചെയ്യുക. അപ്പുറത്തെ ഷോപ്പിൽ വേറെ എന്തെങ്കിലും മത്തി അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കാമെന്ന് വെച്ചാണ്. പക്ഷെ അതുണ്ടായില്ല. ഇതെന്തോ കട്ട്ള മീനാണ് കേട്ടോ. അപ്പം കട്ട്ള വാങ്ങി ഫ്രൈ ചെയ്താൽ നല്ല ഉണ്ടാവും. അപ്പുറത്തുനിന്ന് കീർത്തനൊക്കെ ഒരു പ്രാവശ്യം ഇത് ഫ്രൈ ചെയ്തിട്ട് തന്നിട്ടുണ്ടായി. നല്ല ടേസ്റ്റ് ഉണ്ടായിന്. അതുകൊണ്ട് ഞാൻ ആ കട്ട്ള മീനും വാങ്ങാമെന്ന് പറഞ്ഞു. 1/2 kg അത് വാങ്ങിയില്ലും ഫ്രൈ ചെയ്യാൻ മാത്രം. അപ്പോൾ അപ്പുറത്തെ പോയപ്പം ഇപ്പുറത്തുനിന്ന് കട്ട്ള വാങ്ങാൻ പോയപ്പോൾ ഇപ്പുറത്തുനിന്ന് ചെമ്മീൻ ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ടായിന്. അത് ഞാൻ വാങ്ങി. ഞാൻ എന്താ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് വല്ലതും മനസ്സിലായിനോ? മനസ്സിലായിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഞാൻ ചെമ്മീനും വാങ്ങി കൈ പിടിച്ചിടം. രാവിലെ തന്നെ ആയതുകൊണ്ട് മുഖത്ത് നല്ല ഉറക്കച്ചതവ് ഉണ്ടായിരുന്നു. അതാണ് രജി എന്നോട് പറഞ്ഞ് കളിയാക്കുണ്ടായത്. അങ്ങനെ അവിടുന്ന് തിരിച്ചു വരാൻ വഴിക്ക് അവിടെ റോട്ടിൽ ഇങ്ങനെ വെളുത്തുള്ളി സെയിൽ ചെയ്യാൻ വേണ്ടി ഉന്തുവണ്ടിയിൽ വന്നിട്ടുണ്ടായിനി. അതും കുറച്ച് വാങ്ങി. ഇങ്ങനെ ഉന്തുവണ്ടിയിൽ വരുന്ന ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് വാങ്ങുന്ന സബ്ജി മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടിയും കുറച്ചുകൂടി ലാഭം ഇങ്ങനെ വാങ്ങുന്നതാന്ന് തോന്നി. 1 കിലോന് 30 മറ്റേ ഉള്ളൂ. അതുകൊണ്ട് 1 കിലോ വെളുത്തുള്ളി അങ്ങ് വാങ്ങി. അങ്ങനെ നമ്മൾ ഇങ്ങനെ വരികയാണ്. ഇവിടെ തെരുവോരങ്ങളിൽ ഭയങ്കര സ്ട്രീറ്റ് ഫുഡ്, പാവ് ബജി, അതും ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടായിരിക്കും എല്ലാവരും തിന്നുക. അതൊക്കെ കാണുമ്പോൾ എനിക്ക് വല്ലാണ്ട് എന്തൊക്കെയോ ആവാറുണ്ട്. പിന്നെ നമ്മളെ ബറോഡ ഡയറീൻ്റെ അവിടെ എത്തി. കണ്ടില്ലേ? ഇവിടെ ഒരുവിധമെല്ലാം നൈറ്റാണ് വൈബ്. അതുകൊണ്ട് രാവിലെ ഒരുത്തരും ഇല്ല അവിടെ. പിന്നെ ഇതിൽ പാസ് ചെയ്യുന്ന വഴിക്ക് ഒരുവിധം എല്ലാവരും വൈറ്റ് ഡ്രസ്സ് ഇട്ടിട്ട് കണ്ടു. എന്താണാവോ ഫങ്ഷൻ എന്നൊന്നും അറിയില്ല. പിന്നെ ഒരുവിധം ഉന്തുവണ്ടിയിലൊക്കെ നിറയെ ഫ്രൂട്ട്സ് വെക്കുന്നുണ്ടായിന്. അപ്പം ഇവിടെയൊക്കെ സ്ട്രോബെറിയുടെ സീസണാണ്. ബോക്സിലും കിട്ടും, അല്ലാതെ ഇങ്ങനെ ലൂസായിട്ട് വാങ്ങാനും കിട്ടും. 3 വെറൈറ്റി ടൈപ്പിൽ ഉണ്ടായിട്ടുണ്ടായിന് സ്ട്രോബെറി. ഓരോ റേറ്റിൽ 120, 100 അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. 1 കിലോന് 80 അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പം നമ്മൾ ഇതിൽ ഏതെടുക്കുന്ന കുറച്ച് നേരം കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാന്ന്. ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന ഈ പരിപാടി രജീൻ്റെ അടുത്ത് നമുക്ക് കിട്ടിയാട്ടാ. മുമ്പൊന്നും ഞാൻ ടേസ്റ്റ് ചെയ്യില്ല. രജി പക്ഷേ ഈ മുന്തിരിയൊക്കെ ടേസ്റ്റ് ചെയ്ത് മധുരമുണ്ടോ പുളിയുണ്ടോ നോക്കിയിട്ടാണ് വാങ്ങുക. അതുകൊണ്ട് ഞാനും പഠിച്ചു. എന്നിട്ട് സ്ട്രോബെറി ടേസ്റ്റ് ചെയ്ത് നോക്കി. അതിലേതോ മധുരം നോക്കിയിട്ട് ഈ അറ്റത്തുള്ളതിനാണ് കുറച്ചുകൂടി മധുരം തോന്നി. അതിന് 1/2 kgക്ക് 50 മറ്റാണ്. അപ്പം നമ്മൾ ആ 1/2 kg വാങ്ങി. വസൂട്ടന് ഒരു തവണ വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്ട്രോബെറി കഴിക്കുമോ നോക്കിയിട്ട്. അപ്പോൾ വസൂട്ടന് സ്ട്രോബെറി ഇഷ്ടമായില്ല. ഒരു ഇതെല്ലാം പിള്ളേർക്കും സ്ട്രോബെറി ഇഷ്ടമാണ്, പക്ഷേ വസൂട്ടന് ഇഷ്ടമായില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് സ്ട്രോബെറി വാങ്ങി ജ്യൂസ് അടിക്കുക, ഷേക്ക് അടിക്കാമെന്ന് വെച്ചിട്ടാണ്. പിന്നെ വസൂട്ടൻ്റെ ഇപ്പോഴത്തെ കുറച്ച് ഫേവറേറ്റ് മുന്തിരിയാണ്. അപ്പം കുറച്ച് മുന്തിരി കൂടി വാങ്ങാമെന്ന് വിചാരിച്ചു. ഒരു 1/2 kg വാങ്ങിയിട്ടു. ഇത് സീഡ്ലെസ് മുന്തിരിയാണ് കേട്ടോ. നാട്ടിൽ ഫ്രൂട്ട്സ് കിട്ടുന്നതിനെക്കാട്ടിയും കൂടുതൽ ഇവിടെ നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് കിട്ടുമെന്നാണ് എനിക്ക് തോന്നിയിട്ടില്ലേ. മുന്തിരിയാണ് എപ്പം കണ്ടാൽ വസൂട്ടൻ വാങ്ങണം എന്ന് പറയാം. പക്ഷേ ഇപ്രാവശ്യം മുന്തിരി അല്ല പറഞ്ഞത്, ഓറഞ്ച് വേണമെന്നായിരുന്നു. മുന്തിരി എടുത്തതിന് ശേഷമാണ് ഓറഞ്ച് മതി എന്ന് പറയുന്നത്. അപ്പം അതും കൂടി കുറച്ച് വാങ്ങി. എന്നിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് വിട്ടു. ഇന്ന് രജി കുറച്ച് രാവിലെ ഫ്രീ ആയിരുന്നു. അതുകൊണ്ടാണ് രാവിലെ തന്നെ മീനൊക്കെ വാങ്ങാനായിട്ട് പോയത്. ക്വാർട്ടേഴ്സിലെത്തിയപ്പം നമ്മുടെ തൊട്ട് താഴത്തെ ക്വാർട്ടേഴ്സിൽ നിന്ന് വൃഷ്ടി കൂടി നമ്മളിവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കൂടെ വന്നു. അപ്പം പുറത്ത് പോയ വീഡിയോ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.